ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു സ്മ്യൂൾ സോങ് ആണ്. ഒരു പല്ലവി ആൻഡ് അനുപല്ലവി മാത്രം ഉൾപ്പെടുത്തിയ ഒരു ഷോർട്ട് സ്മ്യൂൾ സോങ്. 1985 to 88 ആ ഒരു കാലഘട്ടത്തിൽ മോഹൻലാൽ ലിസി കോംബോയിൽ കുറേ മൂവീസ് ഉണ്ടായിരുന്നു അല്ലേ. ചിത്രം, താളവട്ടം, ബോയിങ് ബോയിങ്, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ഒന്നാനാം കുന്നിൽ ഓരടിക്കുന്നിൽ, ചെപ്പ്, അങ്ങനെയൊക്കെ കുറേ മൂവീസ്. ഇത് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറഞ്ഞ മൂവിയിൽ പ്രിയദർശൻ മോഹൻലാൽ ലിസി കോംബോയിൽ അങ്ങനത്തെ ആ ഒരു ടെലഫോണാണ് ഇതിൻ്റെ ഒരു മെയിൻ താരം എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ ഈ കുത്തിക്കറക്കൽ ഫോണിലോ ട്രും എന്ന് പറയുന്നത്, നമ്മൾ പണ്ടത്തെ ആദ്യത്തെ നമ്മുടെ ലാൻഡ് ഫോൺ അങ്ങനത്തേതായിരുന്നല്ലോ. ആ ഒരു കുത്തിക്കറക്കൽ ഫോൺ കൊണ്ടുള്ള ഒരു ഫോൺ കളിയാണ് ഇതിൻ്റെ അത് മൊത്തം. ഇതിൻ്റെ വിഷ്വലിൽ നിന്ന് മൊത്തം നമ്മൾ കാണുന്നത്. മൂവിയുടെ പേര് തന്നെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്നാണല്ലോ. ലിസി ഒരു റെഡ് ടോപ്പൊക്കെ ഇട്ട് ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ഇങ്ങനത്തെ കുത്തിക്കറക്കൽ ഫോണും ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. മോഹൻലാൽ താഴെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് പാൻറ്റും ഒക്കെ ഇട്ടൊരു പിന്നെ ഇതുപോലെ ഫോണൊക്കെ പിടിച്ച് നിൽക്കുന്നു. പിന്നെ ഒരു പുഴയുടെ തീരത്തുകൂടി ഇവർ ഇതുപോലെ ഈ സെയിം ഫോണൊക്കെ പിടിച്ച് ഓടുന്നു. കുറേ ഫോൺ ഇങ്ങനെ മൾട്ടി കളേർഡായിട്ട് പല കളറിലുള്ള ഫോണുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതിലേതോ ഒരു ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അതേതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവരുടെ ഇടയ്ക്കൂടെ ഓടുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ഇന്നൊക്കെ കൊച്ചു പിച്ചടക്കം അപാരവൃദ്ധ ജനങ്ങളുടെ കയ്യിലും ഫോണില്ലാത്ത ആരുമില്ല. എപ്പോഴും ഇങ്ങനെ ഒരു തോണ്ടൽ യുഗമാണ്. തോണ്ടി ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം മനുഷ്യർ നോക്കുക എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വളരെ കുറവാണ്. ഒരു വീടിൻ്റെ ഉള്ളിൽ പോലും നമ്മൾ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് മക്കളെ വിളിക്കണമെങ്കിൽ പോലും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും അങ്ങനത്തെ ഒരു കാലത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം പണ്ടത്തെ ആ ഒരു ഞാനൊക്കെ ഓർക്കുന്നത് നഴ്സിംഗ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ ട്രങ്കോളൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രാം തീയതി വിളിക്കും എന്നൊക്കെ നമ്മൾ എഴുത്തിൽ കൂടി എഴുതി അറിയിക്കും. അപ്പം വീട്ടുകാർ അവിടെ പോയിരിക്കും. ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ കാണുള്ളൂ ഇത്. അതൊക്കെ അന്നൊരു വളരെ ലക്ഷൂറിയസ് ഐറ്റമാണ് ഇങ്ങനത്തെ ഈ കുത്തിക്കറക്കൽ ടെലിഫോണൊക്കെ ഉള്ളത് തന്നെ. അപ്പോൾ അവിടെ പോയിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ. അങ്ങനെ ആ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറവായിരുന്ന കാലത്ത് ബന്ധങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ ദൃഢതയും മനുഷ്യർക്ക് കുറച്ചും കൂടെ മര്യാദയും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പം തോന്നി. ഇതിപ്പം നമുക്കൊരു വായു ഓക്സിജൻ പോലെയാണ് ഇപ്പം നമുക്ക് ഐഫോണൊക്കെ. നമുക്കത് ഫോണില്ലെങ്കിൽ നമ്മൾ മരിക്കുവാണ്. അയ്യോ, അതിനുവേണ്ടി എന്ത് കടും കൈ പോലും നമ്മൾ ചെയ്യും. ആ ഫോൺ കിട്ടാതായ ഫോൺ എവിടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അലറി വിളിക്കുന്ന ഒരു കാലത്തിൽ നമ്മൾ എത്തി നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ഒരു മനോഹരമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ ഈ പാട്ട് കൊണ്ടുപോവുകയാണ്. അതെനിക്ക് തോന്നുന്നു രഘുകുമാർ സംഗീത സംവിധാനം ചെയ്ത് എസ് രമേശൻ നായരുടെ വരികളാണ്. യേശുദാസൻ ചിത്രം പാടിയിരിക്കുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളൊരു വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ നമ്മൾ എത്തുന്ന അവിടെ ഇരുന്ന് നമ്മൾ കണ്ട ആ ഒരു കുറേ ഓർമ്മകളും ഒക്കെ നമുക്ക് ഈ പാട്ട് കൊണ്ട് തരുവാണ്. അതോടൊപ്പം സ്മ്യൂൾ എന്ന് പറഞ്ഞ സംഗീതത്തിൻ്റെ ഒരു ലോകം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സംഗീത ആസ്വാദകരുടെ ലോകമാണ്. നന്നായിട്ട് പാടുന്നവർ തുടങ്ങി ഒട്ടും പാടിയല്ലാത്തവർ വരെ പാട്ടിനോടുള്ള സംഗീതത്തോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ആ ഒരു ലോകത്തായിരിക്കുവാണ്. അപ്പോൾ നമ്മൾ സംഗീതം എന്ന് പറഞ്ഞ ഒരു പവർഫുൾ മെഡിസിനാണല്ലോ, ശക്തമായൊരു മരുന്നാണ്. നമ്മുടെ ഏത് ദുഃഖങ്ങളെയും നമ്മൾ മറന്നു പോകുന്നത് നമുക്ക് ആ പാടുന്ന സമയത്ത് ആ വരികളിൽ കൂടി നമ്മളിങ്ങനെ വേറെ ഏതോ ലോകത്തേക്ക് ഇങ്ങനെ പറന്ന് ഒരു മൊമെൻ്ററി ആയിട്ടാണെങ്കിലും ടെമ്പററി ആയിട്ടാണെങ്കിലും നമുക്കൊരു ഭയങ്കരമായൊരു സന്തോഷം നമുക്ക് ലഭിക്കുവാണ്. ആ സന്തോഷം കഴിഞ്ഞ് നമ്മൾ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തോട്ട് ഇറങ്ങി വരും. എങ്കിൽ പോലും അത് പാടുമ്പോഴും അതിനുശേഷം നമ്മൾ ആ പാടിയത് നമ്മൾ കേട്ട് നോക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ അർഹതപ്പെട്ട കുറേ കലാകാരന്മാരും കലാകാരികളും നല്ല അന്നത്തെ കാലത്തൊക്കെ ഒരു ശകലം പ്രോത്സാഹനമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഇപ്പോൾ ഈ കൂടെ പാടുന്ന ഈ സിംഗറൊക്കെയാണ് ഞാൻ പലപ്പോഴും ഓർക്കും. നല്ലൊരു എൻകറേജ്മെൻറ്റോ അല്ല അതിനുള്ള സിറ്റുവേഷനൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല നിലകളിൽ എത്തിപ്പെടേണ്ട. അന്നത്തെ കാലത്തൊരു നല്ല പാട്ടുകാരിയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുവിധമുള്ള എല്ലാ പിള്ളേരൊക്കെ പാടിക്കൊണ്ടേ ജനിക്കുന്നു. ഇച്ചിരിയെങ്കിലും പാടാൻ ടാലൻ്റ് ഉണ്ടെങ്കിൽ അവരെ പേരൻസ് അതിനെ വെൽ ഡെവലപ്ഡ് ആക്കി അതിനോടൊരു സിറ്റുവേഷൻ ഉണ്ട് ഇന്ന്. അന്ന് അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ അന്ന് പ്രോത്സാഹനം കിട്ടാതെയും അർഹതപ്പെട്ട രീതിയിൽ മുമ്പോട്ട് വരാൻ പറ്റാതെയൊക്കെ പോയവർക്ക് ജീവിതത്തിൻ്റെ ഈ സായാഹ്നത്തോട് അടുക്കുന്ന ഈ സമയത്തെങ്കിലും അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, അവർക്കിഷ്ടമുള്ള ആ സംഗീതത്തിൻ്റെ ലോകത്തായിരിക്കാനും. അപ്പോൾ നമുക്കിതിൻ്റെ ഒറിജിനൽ സോങ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗിയോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരു കലാകാരിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം, നന്നായിരിക്കുന്നു കേട്ടോ, നല്ലതായിട്ട് പാടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ശാസ്ത്രീയ വശങ്ങളൊന്നും നോക്കാതെ ഇതിൻ്റെ അകത്ത് ക്ലാസിക്കലായിട്ടൊക്കെ പഠിച്ചവരൊക്കെ വളരെ ചുരുക്കമേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല കമൻറ്റ്, ഒരു നല്ല വാക്ക്, നല്ലൊരു പ്രോത്സാഹനം, അത് അവരുടെ ജീവിതത്തിലൊരു വളരെ വിലപ്പെട്ട ഒരു അംഗീകാരമായിരിക്കും. ജീവിതത്തിൻ്റെ ചിലപ്പം അവരെ ബഹുദൂരം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങളുടെ ഒരു വാക്ക്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ നല്ല കമൻസിലൂടെയും ഒക്കെ എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാട്ടൊന്ന് കേട്ട് നോക്കാം. കുറവുകളൊക്കെ മറക്കുക, പൊറുക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's the wrong number. നീ എനിക്കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീ എനിക്കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീ എൻ മധുമതി മലർമിഴി മധുകള മുതിരും രതിലയ സുഖമായ അമൃതിന് കുളിര അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയരാൻ. നീ എനിക്കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നെഞ്ചിൻ താളങ്ങളിൽ കാണും സ്വപ്നങ്ങളിൽ സ്വർഗം തീർക്കുന്നു. നീ എനിക്കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. അപ്പോൾ എല്ലാവരും ഈ പാട്ട് എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. എനിക്ക് ഈ സ്മ്യൂൾ സോങ് തന്നെ ഉൾപ്പെടുത്തി എല്ലാം അടുത്ത് ഓരോന്നോരോന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് തന്നെയായി പോകുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ നമ്മൾ തുടങ്ങിക്കൊണ്ടിരുന്ന രീതി അങ്ങ് മാറിപ്പോകും. അപ്പം എല്ലാം ഉണ്ടല്ലോ, നമ്മൾ എല്ലാം ഉൾപ്പെടുത്തേണ്ടത് കൊണ്ടാണ് പലപ്പോഴും ഒരു പ്രാവശ്യം സ്മ്യൂൾ വഴി വേറെ എണ്ണം വെക്കുകയും പലപ്പോഴും ഞാൻ ഓർക്കും എല്ലാവരെയും ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിലാരും പിണക്കമൊന്നും വിചാരിക്കരുത്. അപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ.